Hello. Today, July 9th, 2025. സോ കുറേ കാലമായിട്ട് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെ ഒരു നല്ല ബ്രോക്കറിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ. സോ പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രോക്കറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ അതെന്തുകൊണ്ട് യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ കാലമായിട്ട് പല ബ്രോക്കേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ സർവീസ് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ അവരുടെ സർവീസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്പനി ഈ സ്റ്റാർ ട്രേഡർ ആയതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ബ്രോക്കറിൽ കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. സോ എന്തുകൊണ്ട് സ്റ്റാർ ട്രേഡർ ഞാൻ ചൂസ് ചെയ്തു എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വളരെ അറിയാവുന്ന ഒരു പുള്ളി ഈ ഒരു സ്റ്റാർ ട്രേഡർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരനാണ് എനിക്കിത് റെക്കമെൻഡ് ചെയ്തു തന്നത്. സോ അതിനുശേഷം ഞാൻ അതിനെപ്പറ്റിയുള്ളൊരു സ്റ്റഡി നടത്തിയപ്പോൾ എന്താ പറയുക, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാ ബ്രോക്കറും നോക്കുന്നത് പോലെ അതിൻ്റെ റെഗുലേഷൻസ് ആണ്, അല്ലേ? സോ റെഗുലേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോഡിറ്റീസ് അതോറിറ്റി SCA UAE ബേസ് ചെയ്തിട്ടുള്ള വളരെ നല്ലൊരു റെഗുലേഷൻ അവർക്കുണ്ട്. അതേപോലെ തന്നെ FCAയുടെ റെഗുലേഷൻ, UK ബേസ് ചെയ്തിട്ടുള്ള FCAയുടെ റെഗുലേഷൻ ഉണ്ട്. ASIC റെഗുലേഷൻ, ഈ FCAയും ASIC റെഗുലേഷനും വളരെ വലിയ റെഗുലേഷൻസ് ആണ് കേട്ടോ. അത് വളരെ പാടാണത് കിട്ടാനായിട്ട് ഒരു ബ്രോക്കറിന്. സോ അതേപോലെ തന്നെ FSCAയുടെ റെഗുലേഷൻസ് ഉണ്ട്, സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ടുള്ള FSCAയുടെ റെഗുലേഷൻസ് ഉണ്ട്. ഈ 4 റെഗുലേഷൻസ് ആണ് ബേസിക്കലി ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ അതുപോലെ തന്നെ അവരുടെ പ്ലാറ്റ്ഫോംസ്, യൂസർ ഫ്രണ്ട്ലി പ്ലാറ്റ്ഫോം ആയിട്ടുള്ള MT4ഉം MT5ഉം ആണ് അവർ യൂസ് ചെയ്യുന്നത്. അവരുടെ തന്നെ ആപ്ലിക്കേഷനും അവർക്കുണ്ട് എന്നുള്ള കാര്യമാണ്. സോ അവർ പ്രൊവൈഡ് ചെയ്യുന്ന വേറൊരു സംഭവമാണ് കോപ്പി ട്രേഡിംഗ്. ഇത് ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ഉണ്ടായതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു പോകുന്നതാണ്. ഞാൻ കോപ്പി ട്രേഡിംഗ് പ്രൊമോട്ട് ചെയ്യാനോ കോപ്പി ട്രേഡിംഗ് ചെയ്യുന്ന ആളൊന്നുമല്ല ഞാൻ. പക്ഷേ കോപ്പി ട്രേഡിംഗ് ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വെബ്സൈറ്റ് ലോഗിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും കോപ്പി ട്രേഡിങ്ങിൻ്റെ ഓപ്ഷൻ. അവർ തന്നെ റാങ്ക് ചെയ്തിട്ടുണ്ട്, സ്റ്റാർ ട്രേഡർ തന്നെ റാങ്ക് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സിനെ. അത് വെച്ചിട്ട് നമുക്ക് അവരുടെ ട്രേഡ് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത് നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ നേരത്ത് ഇത്രയും പൈസ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് സിസ്റ്റം. അതിനെപ്പറ്റി എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല, പക്ഷേ എന്നിരുന്നാലും ഇതാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ അതിനകത്ത് കയറിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഡക്ട്സ്, ഫോറക്സ്, കമ്മോഡിറ്റീസ്, ഇൻഡസ്ട്രീസ്, ഷെയർസ്, ETFs, അതേപോലെ അവരുടെ വെബിനാർസും വളരെ നല്ല വെബിനാർസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് ഇത് കൂടാതെ ഏറ്റവും വളരെ ക്യാച്ചി ആയിട്ട് തോന്നിയ ഒരു സംഭവം എന്താ വെച്ചാൽ അവരുടെ ഇൻഷുറൻസ് പോളിസിയാണ്. അവിടെ സ്റ്റാർ ട്രേഡറിൽ അവർ $100,000 വരെ ഇൻഷുർഡ് ആണ്. അത് ലോയിഡ്സ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് UK നമ്പർ 1 ബാങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അവരാണ് ഈ പറയുന്ന $100,000 നമുക്ക് ഇൻഷുറൻസ് തരുന്നത്, ഇൻഷുറൻസ് എന്താ പറയുക, കവറേജ് തരുന്നത്. ഓക്കെ, സോ അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. സോ പിന്നീടാണ് ഞാൻ ഇവരുടെ ഇവരുടെ കമ്മീഷൻസിനെ കുറിച്ച് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നോക്കിയത്. കമ്മീഷൻസ് ഒക്കെ വളരെ ടൈറ്റ് ആയിട്ടുള്ള സ്പ്രെഡാണ്. അവർ പ്രൊവൈഡ് ചെയ്യുന്ന 2 ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്. സോ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ STP അക്കൗണ്ട്, സ്റ്റാൻഡേർഡ് അക്കൗണ്ടും, അത് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അവരുടെ ECN അക്കൗണ്ട് എന്ന് പറയും. സോ ഇത് രണ്ടിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, സോ അവരുടെ സ്റ്റാൻഡേർഡ് അക്കൗണ്ടിൽ എന്താ പറയുക, വളരെ ടൈറ്റ് ആയിട്ടുള്ള സ്പ്രെഡ് ഉണ്ടെന്നുള്ളതാണ്. ECN അക്കൗണ്ടിൽ സീറോ സ്പ്രെഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതുമാണ്. പക്ഷേ ഈ സീറോ സ്പ്രെഡ് ഉള്ള അക്കൗണ്ടിൽ $7 കമ്മീഷനായിട്ട് അവർ പിടിക്കുകയും ചെയ്യും. ഓക്കെ, പക്ഷേ സീറോ സ്പ്രെഡ് അക്കൗണ്ട് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്, അല്ലേ? സോ ബേസിക്കലി എല്ലാം കൂടെ ഏറ്റവും അത് കൂടാതെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വാപ്പ് ഫ്രീ അക്കൗണ്ടാണ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ദിവസം ട്രേഡ് എടുത്തിട്ട് ഞാൻ അന്ന് തന്നെ ക്ലോസ് ചെയ്യണം എന്നില്ല. ഞാൻ ചിലപ്പം അത് കുറച്ച് കാലം ഹോൾഡ് ചെയ്യും, അല്ലെങ്കിൽ ഒരാഴ്ചയോളം ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഒക്കെ ഉള്ള ട്രേഡറാണ് ഞാൻ. സോ എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാപ്പ് ചാർജ്, എല്ലാ ദിവസവും സ്വാപ്പ് ചാർജ് വരുന്നത് എനിക്ക് പാടായിട്ടുള്ളൊരു കാര്യമാണ്. സോ ഞാൻ എടുത്തിട്ടുള്ളത് സ്വാപ്പ് ഫ്രീ അക്കൗണ്ടാണ്. സോ അത് 14 ദിവസത്തേക്ക് നമുക്ക് സ്വാപ്പ് ഫ്രീ അക്കൗണ്ട് ഉണ്ട് യൂറോപ്യൻ ക്ലയൻസിന്. എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ക്ലയൻസിന് ലൈഫ് ലോങ് സ്വാപ്പ് ഫ്രീ ആയിട്ടുള്ള അക്കൗണ്ടും ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. സോ അതായത് നമ്മൾ ട്രേഡ് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീസ് കൊടുക്കാതെ ഹോൾഡ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, സോ ഏറ്റവും എനിക്ക് ഇനിഷ്യലി, അതായത് ഞാൻ വളരെ ചെറിയൊരു ക്യാപിറ്റൽ ഇട്ടിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാറിൽ. ഓക്കെ, ആ ഒരു ക്യാപിറ്റലാണ് പിന്നീട് ഞാൻ അതിനകത്ത് നിന്ന് പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കിയത്. അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്താ വെച്ചാൽ അവർ തന്നിട്ടുള്ളൊരു പ്രൊമോഷൻ തന്നെയാണ്. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു പ്രൊമോഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ഡെപ്പോസിറ്റ് ബോണസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഡെപ്പോസിറ്റിൽ, അതായത് UK ക്ലയൻസിനാണ് കേട്ടോ, ഫസ്റ്റ് ഡെപ്പോസിറ്റിൽ 100%, അതേപോലെ സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റിൽ 20% അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു ഡെപ്പോസിറ്റ് സംഭവം. സോ ഫസ്റ്റ് ഡെപ്പോസിറ്റിൽ
എന്താ പറയുക, $1000 നമ്മൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ബോണസ് $1000, അതായത് $2000 ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് യൂറോപ്യൻ ക്ലയൻസിന് അവർ കൊടുക്കുന്ന ഈ പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സപ്പോസ് $1500 ആണെങ്കിൽ എന്താണ്, ആദ്യത്തെ $1000 100%, പ്ലസ് $500 20%ആണ് അവർ കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ആദ്യത്തെ $1000 100% $1000 പ്ലസ് $500 20% $100. സോ 1100 ബോണസായിട്ട് കിട്ടും. സോ $1500 ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളുടെ അക്കൗണ്ടിൽ ഇക്വിറ്റി ആയിട്ട് $2600 കിട്ടും എന്നുള്ളതാണ് അവിടുത്തെ അഡ്വാൻറ്റേജ്. ഈവൻ $1500 എന്താ പറയുക, 1500 സോ $1500 ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റ് 5000 ആണെങ്കിൽ ടോട്ടൽ എന്താ പറയുക 2100 അവർക്ക് ക്രെഡിറ്റ് ബോണസ് ആയിട്ട് കിട്ടും എന്നുള്ള കാര്യമാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് അവരുടെ യു കെ ക്ലയൻസിനുള്ള കാര്യം. വെളിയിലുള്ള ക്ലയൻസിന് ഇങ്ങനെയല്ല അത് വർക്കൗട്ട് ആവുന്നത്. അത് വരുന്നത് ആദ്യത്തെ $500 നമ്മൾ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ ആദ്യത്തെ $500 50%, പ്ലസ് ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% തരുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു $1000 ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് അതിൻ്റെ ആദ്യത്തെ $500 50% എന്ന് പറഞ്ഞാൽ $250, പ്ലസ് ടോട്ടൽ $1000 20% എന്ന് പറഞ്ഞാൽ $200. $1450 ടോട്ടൽ ഇക്വിറ്റിയിൽ കയറുകയും ആ $1450 ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവരുടെ ഈ പർട്ടിക്കുലർ ഈ പറയുന്ന പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് വളരെ ഒരു ചെറിയ പൈസ വെച്ചിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന, $1000 ഒക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന ഈ ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ എല്ലാം കൂടെ നമ്മൾ നോക്കാൻ നേരത്ത് ഓൾമോസ്റ്റ് 1000+ പ്രോഡക്ട്സിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. 6 മെയിൻ കൺട്രീസിലുള്ള റെഗുലേഷൻസ് ഉണ്ട്. 0 പിപ്സ് വരെ നമുക്ക് ECN അക്കൗണ്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ സപ്പോർട്ട് സിസ്റ്റം വളരെ നല്ലതാണ് കേട്ടോ. ഞാൻ അത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഞാൻ യൂസ് ചെയ്തിട്ട് എന്താ പറയുക, അവർ എന്താ പറയുക, നമ്മൾ ഇതേവരെ ഒരു ഡിലേ വന്നിട്ടില്ല. നമ്മളൊരു കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, കംപ്ലൈൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും എനിക്ക് ഫസ്റ്റിലേക്ക് എൻ്റെ KYC ഒക്കെ ആവാനായിട്ട് പക്കയായിരുന്നു അതെല്ലാം കാര്യങ്ങളും. അതേപോലെ തന്നെ അവരുടെ വിഡ്രോവലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതേവരെ ഒരു ഡിലേയും വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. അവരുടെ സ്പീഡ് എക്സിക്യൂഷൻ വളരെ നല്ലതാണ്. ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ എന്താ പറയുക, ഈ അവരുടെ അവർ റേറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ WikiFX 9.2 ആണ് ഔട്ട് ഓഫ് 10 അവർ റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. FX 110 85 ഔട്ട് ഓഫ് 100 കൊടുത്തിട്ടുണ്ട്. Trustpilot 4.1 കൊടുത്തിട്ടുണ്ട്. FX Empire 4.1 കൊടുത്തിട്ടുണ്ട്. Daily Forex 4.5 കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള ഒരു സംഭവമാണ്. പക്ഷേ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പല ബ്രോക്കേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റാർ ട്രേഡർ യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടും ഞാൻ അവരുടെ ഈ ഒരു പർട്ടിക്കുലർ റിവ്യൂ ഒക്കെ വായിച്ച് നോക്കിയ പല ആൾക്കാരും അവരുടെ വിഡ്രോവലിന് പല പ്രശ്നങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇതേവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ഞാൻ വിഡ്രോ ചെയ്ത അന്ന് തന്നെ എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. സോ അത് ചിലപ്പോൾ മറ്റവർക്ക് ചിലപ്പം ഡിലേ ആയിട്ടുണ്ടാവാം, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, അവർക്ക് ഡിലേ ആയിട്ടുണ്ടാവാം. പക്ഷേ എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. ചിലപ്പം എനിക്ക് എൻ്റെ ഒരു ബിസിനസ് മാനേജർ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരനുമായിട്ട് ഞാൻ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ പുള്ളിക്കാരനെ അറിയിക്കുകയും പുള്ളിക്കാരൻ അവിടുന്ന് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് കൊണ്ടും ആയിരിക്കാം എനിക്ക് പെട്ടെന്ന് വിഡ്രോവൽ കിട്ടുന്നത്. ഓക്കെ, സോ പക്ഷേ ഞാൻ നോക്കാൻ നേരത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ബ്രോക്കേഴ്സിനും നെഗറ്റീവ് റിവ്യൂസ് ഇട്ടിട്ടുണ്ടാവും. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, അത് വേറെ ഏതെങ്കിലും ബ്രോക്കേഴ്സ് ഇതിനെ എന്താ പറയുക, അവരുടെ റേറ്റിംഗ് കുറയ്ക്കാനായിട്ട് ചെയ്യുന്നതായിരിക്കാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ജെന്യുവിൻലി ഇതേപോലെ അവരുടെ വിഡ്രോവലിന് ടൈം എടുത്തിട്ടുണ്ടാവാം. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ എന്നിരുന്നാലും എനിക്ക് പേഴ്സണലി ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനായിട്ടുള്ളത്. ഞാനിങ്ങനെ പറഞ്ഞിട്ട് സ്റ്റാറിൽ നിങ്ങൾ അക്കൗണ്ട് എടുക്കണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങളൊരു നല്ലൊരു ബ്രോക്കർ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ സ്റ്റാർ ഞാൻ നല്ല രീതിയിൽ റെക്കമെൻഡ് ചെയ്യുന്നൊരു ബ്രോക്കറാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് സ്റ്റാറിൽ ഒരു അക്കൗണ്ട് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അത് ത്രൂ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണലി ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ നിങ്ങൾക്ക് ഉണ്ടാവും. അത് കമ്പനിയുടെ ആൾ തന്നെ ആയിരിക്കും കേട്ടോ. അതൊരു മലയാളി ആയിരിക്കും. ഓക്കെ, പുള്ളിക്കാരനുമായിട്ട് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യുകയും നിങ്ങൾക്ക് നിങ്ങളുടെ വിഡ്രോവൽസ് ആണെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി പുള്ളിക്കാരന് മെസ്സേജ് അയക്കാനും പുള്ളിക്കാരൻ അതിനുള്ള സ്റ്റെപ്പ് എടുക്കുകയും ചെയ്യും. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ കാര്യത്തിന് ഈ ഒരു സ്റ്റാർ ട്രേഡറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുള്ളത്. എന്തായാലും സ്റ്റാർ ട്രേഡറിൽ അക്കൗണ്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം,
എങ്ങനെ ഒരു ഡെമോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ ഒരു ലൈവ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കൊടുക്കുന്നതുമായിരിക്കും. താങ്ക് യു സോ മച്ച്.